വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ കെ പ്രവീൺകുമാറും ഒപ്പം അല്ലമീൻ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഇതിനെ ഉപയോഗിക്കാൻ പോവുക എന്നതിൻ്റെ ഒരു സൂചനയും നൽകി. വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഇവിടെ നോക്കൂ രഞ്ജിത്ത്, ഈ അംഗത്വം തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പണക്കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നതിൻ്റെതായ തെളിവുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പണം കൈമാറിയത്, ആരുടെ അക്കൗണ്ടിലേക്ക്, അതോ പണമായി നേരിട്ട് ലിക്വിഡ് ക്യാഷ് ആണോ കൊടുത്തത്, അങ്ങനെയുള്ള തെളിവുകൾ ഏതെങ്കിലും ഇതിനകം പുറത്തു വന്നിട്ടുണ്ടോ? വാഗ്ദാനം, അതുപോലെ തന്നെ ഈ ഡോക്ടർ നൽകി എന്ന് പറയപ്പെടുന്നത്, അതായത് ആരാണോ ഈ അംഗത്വം ആഗ്രഹിച്ചത് അവർ നൽകിയ പരാതി പാർട്ടി നേതൃത്വത്തിന്, കോട്ടൂളി ഘടകം ഇത് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി, അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിന് കൈമാറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെയൊക്കെ രേഖകൾ ഇതിനകം ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ അടക്കം രേഖകൾ പുറത്തു വന്നിട്ടുണ്ടോ വി എസ് രഞ്ജിത്ത്? അതോ തെളിവുകളില്ലാതെ അസ്തമിക്കുമോ ഈ പരാതി? ഇതുവരെ ഒരു തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. രണ്ട് പരാതികളാണ് നിലവിലുള്ളത്. ഒന്ന്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഈ പറയുന്ന പണം കൊടുത്ത വ്യക്തി നൽകിയ പരാതിയാണ്. രണ്ട്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം, ഈ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ കൊടുത്ത പരാതിയാണ്. ഈ രണ്ട് പരാതികൾ ഉണ്ട് എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം കൈമാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പണം കൈമാറിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചോ ഒരു തരത്തിലുമുള്ള തെളിവുകളും പുറത്തു വന്നിട്ടില്ല. ഒരു ശബ്ദരേഖ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു പരാതിയും ഞാൻ കൊടുത്തിട്ടില്ല, എനിക്ക് എവിടെയും പരാതിയില്ല, ഞാൻ ആർക്കും പണം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത് പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാനും ഈ പണം തിരിച്ചു കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുമുള്ള ശ്രമമാണ് തുടക്കത്തിൽ നടന്നിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും വാർത്ത പുറത്തു വന്ന ശേഷം ഇനി എന്ത് എന്നുള്ളതാണ്. ഈ പരാതിക്കാരൻ പരാതിയുമായി മുന്നോട്ട് വരുമോ, പോലീസിലോ മറ്റ് ഏജൻസികളിലോ പരാതി കൊടുക്കാൻ തയ്യാറാവുമോ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ പുറത്തുവിടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഈ ആരോപണ വിധേയനായിട്ടുള്ള യുവ നേതാവിനെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ പേരുകൂടി ഉള്ള സാഹചര്യത്തിലാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ വിഷയം വിശദമായി ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ വിഷയം വരുമ്പോൾ എങ്ങനെയാണ് അത് ചർച്ചയാകുന്നത്? അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന നേതാവിന്റെ പേരടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടണമെങ്കിൽ ആ പരാതിയുടെ പകർപ്പടക്കം വരേണ്ടിയിരിക്കുന്നു. അതടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഈ ആരോപണം നിലനിൽക്കുമോ എന്നുള്ളത് ഉറപ്പാക്കാനും കഴിയുകയുള്ളൂ. നിലവിൽ ഡോക്ടർ ദമ്പതിമാർ പണം കൊടുത്തു എന്നുള്ള ആരോപണം, അവർ കൊടുത്തു എന്ന് പറയുന്ന പരാതികൾ, അത് 3 ഇടങ്ങളിലേക്ക് പരാതി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകർപ്പടക്കം പുറത്തു വരികയും വേണം. PSC അംഗത്വത്തിന് പണം വാങ്ങി എന്നുള്ളത് CPIM-ന് വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. അതെങ്ങനെയാണ് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതും അറിയണം. എൻ ഷംസുദ്ദീന്റെ ചോദ്യത്തിനപ്പുറം എങ്ങനെ കോൺഗ്രസും UDF-ഉം ഈ വിഷയത്തെ ഏറ്റെടുക്കുമെന്നതറിയാനും നമുക്ക്